ഹാപ്പി ന്യൂ ഇയർ. ഹലോ ഗൈസ്, ഇന്ന് 2026 ജനുവരി 1-ാം തീയതിയാണ്. ന്യൂ ഇയർ ആണ്. ഓസ്ട്രേലിയയിലെ എൻ്റെ ആദ്യത്തെ ന്യൂ ഇയർ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു, ഇപ്പം ഞാൻ ഓൾറെഡി ഷിഫ്റ്റിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ജോലിയിലാണ്. അപ്പോൾ ഈ വർഷം എനിക്ക് കൈ നിറച്ച് ജോലിയും കൈ നിറച്ച് കാശൊക്കെ ആയിരിക്കും. റിച്ച് ലൈഫായിരിക്കും എൻ്റെ. അങ്ങനെയൊക്കെ ആവുമായിരിക്കുമല്ലേ? ആവണം. അപ്പോൾ എന്തായാലും എനിക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റിയില്ല ജോലിയിലായതുകൊണ്ട്. അപ്പോൾ അതിൽ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. പെരുമഴയായിട്ട് പലയിടത്ത് ഫ്ലഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ കുത്തിയിരുന്നാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്തു? കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കി ആ കാശിനെയും മഴയൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ ആഘോഷിക്കും. ഏത് വൈബ്? അംബാനി വൈബ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ടിപ്പിക്കൽ മല്ലു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ ന്യൂ ഇയർ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം, ടിപ്പിക്കൽ മല്ലു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എന്നുള്ളത് ആഷ് പോഷ് ലൈഫ് ഒന്നുമല്ല. എന്നെ പോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പിള്ളേരുടെ ന്യൂ ഇയർ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഷിഫ്റ്റിലോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ഏകദേശം 3/4 തീരുമാനമായിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് തീരുമാനമാക്കാം. അഞ്ജൽ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത ഷിഫ്റ്റിന് വേണ്ടിട്ട്. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ രാത്രി 10 മണിയായി. നമ്മൾ സ്ലീപ്പ് ഓവറിന് കയറുവാണ്. നമ്മുടെ ഷിഫ്റ്റ് നാളെ രാവിലെ 9 മണി വരെയാണ്. അങ്ങനെ 2026 ജനുവരി 1 ഏകദേശം ഇവിടെ തീർന്നു. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. കഴിക്കുന്നതിന് മുമ്പ് അടുത്ത ഷിഫ്റ്റ് കോൾ വന്നു, ഷിഫ്റ്റിന് പോയി. കഴിഞ്ഞു, ഷിഫ്റ്റ് കഴിഞ്ഞു. എൻ്റെ കുക്കറിലിരുന്ന ബീഫിനെ എടുത്ത് റോസ്റ്റ് ആക്കാൻ പറ്റാതെ അതുപോലെ വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോരുന്നതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ നാളെ രാവിലെ ചെന്നാൽ സെറ്റാക്കി കഴിച്ചിട്ടാണ് എനിക്കിനി സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു. ടിപ്പിക്കൽ മല്ലു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ ന്യൂ ഇയർ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.